ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു കൂട്ടക്ഷരം പഠിച്ചാലോ? ഓക്കെ ആണോ? യെസ്. സുഖമാണോ ടീച്ചറിൻ്റെ കുട്ടികൾക്ക്? സുഖമാണോ? ടീച്ചർ കേൾക്കണില്ല, മറുപടി പറ. എങ്ങനെയാ പറയാ? എനിക്ക് സുഖമാണ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കൂട്ടക്ഷരം ഇതാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന കൂട്ടക്ഷരം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ഏതക്ഷരമാണെന്ന് മനസ്സിലായോ? എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ഒക്കെ അക്ഷരങ്ങളായിട്ട് ബന്ധം തോന്നുന്നുണ്ടോ? ഓക്കെ, ഇതേതാ? ഞ അല്ലേ? ഇതേതാ? ച അല്ലേ? യെസ്. അപ്പം ഞായും ചായും ഇത് കൂട്ടി എഴുതുകയാണ് നമ്മൾ. കൈയെടുക്കരുത്. അല്ല, ഇതെന്താ അപ്പോൾ വരിക? ഞ ച കൂട്ടി എഴുതുമ്പോൾ ജ. എന്താണ്? ജ. ഓക്കെ, ജ. കിട്ടിയോ? യെസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കൂട്ടക്ഷരമാണ് ജ. ഓക്കെ, അത് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ നമുക്ക് പഠിക്കാം. വാക്കുകൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും അക്ഷരം കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. ഓക്കെ, ആ, ജ, അപ്പൊ എന്താ? ഇഞ്ച് കൂട്ടി വായിക്കുമ്പോ അഞ്ച് അല്ലേ? അപ്പൊ ഒരു വാക്ക് നമ്മൾ എഴുതി അഞ്ച്. അഞ്ച് ഏതാണ്? അഞ്ച് പഠിച്ചിട്ടില്ലേ? 1 2 3 4 5. യെസ്. അടുത്തതാണ് ഇതെന്താണ്? കു, കുഞ്ച അല്ലേ? ഇഞ്ചി, കുഞ്ചി. ഇതേതാണ്? യ, കുഞ്ചി യ. ടീച്ചർ എഴുതിയ അക്ഷരം ഏതാന്ന് മനസ്സിലായി കാണുമല്ലോ. കുഞ്ചി യ മ അല്ലേ? കൂട്ടി വായിച്ചേ. കുഞ്ചി യ മ. അപ്പൊ കൂട്ടി വായിക്കുമ്പോ കുഞ്ചിയമ്മ. കിട്ടിയാ? കുഞ്ചി യ മ, കുഞ്ചിയമ്മ. എവിടെയെങ്കിലും ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? കുഞ്ചിയമ്മ എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പാട്ടുണ്ടല്ലേ? ഏതാ പാട്ട്? കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാടേ, അഞ്ചാമനോമന കുഞ്ചുവാടേ. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? നമ്മൾ പാട്ട് പാടുമ്പോൾ നല്ല രസമുണ്ട് കേൾക്കാൻ അല്ലേ? പക്ഷെ എങ്ങനെയാണ് ആ വാക്ക് എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ കിട്ടിയോ? ഇതാണ് ആ വാക്ക്, കുഞ്ചിയമ്മ. കണ്ടാ? കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാടേ. കണ്ടാ? അപ്പൊ കുഞ്ചിയമ്മ ഇവിടെ 5. കണ്ടാ? അപ്പൊ ഈ ഇഞ്ച ഉപയോഗിച്ചിട്ടാണ് ആ പേരെഴുതുന്നത്. കിട്ടിയില്ലേ? അഞ്ചാമനോമന കുഞ്ചുവാടേ. എങ്ങനെയാ അപ്പൊ കുഞ്ചു എന്ന് എഴുതണം? എങ്ങനെയാ? എളുപ്പമാണല്ലോ. ഇത്ര എഴുതിയ സ്ഥിതിക്ക് നമുക്ക് കുഞ്ചു എളുപ്പമായിരിക്കുമല്ലോ. എങ്ങനെ എഴുതാ കുഞ്ചു? അണ്ട, കുഞ്ചു. കിട്ടിയാ? യെസ്. അടുത്ത വാക്ക് നമ്മൾ സ്ഥിരം വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ചായയിലൊക്കെ ഇടുന്നത് എന്താ? അപ്പൊ പറയും ചായപ്പൊടിയാണ്. ചായപ്പൊടി ഇടും, പാലിൽ ചായപ്പൊടി ഇടും, എന്നിട്ട് ചായ ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ മധുരത്തിന് എന്താ ചെയ്യാ? പഞ്ചസാര. യെസ്. എഴുതി നോക്കിയാലോ? പ
ഞ്ച സാ രാ. എന്താണ്? പഞ്ചസാര. പഞ്ചസാരയാണ് നമ്മൾ മധുരത്തിന് വേണ്ടി ഇടുന്നത്. ഷുഗർ. മനസ്സിലായോ? ഷുഗർ. ഓക്കെ. അടുത്തത് ടീച്ചർ എഴുതാം, വായിക്കട്ടാ. ഇതെന്താണ്? പൂ, ഇഞ്ചി, പുഞ്ചി. ഇതെന്താ? ഇരി. കുട്ടി വായിച്ചേ. പൂ, ഇഞ്ചി, ഇരി. പുഞ്ചിരി. എങ്ങനെയാണ് പുഞ്ചിരിക്കുക? ഒന്ന് പുഞ്ചിരിച്ച എല്ലാവരും. പല്ല് പുറത്ത് കാണരുത്, ഇങ്ങനെ ചിരിക്കരുത്. അതെന്താ? ചിരി, സാധാ ചിരി. പുഞ്ചിരിക്കണം എങ്ങനെയാ? ടീച്ചറിൻ്റെ കുട്ടികൾക്ക് പുഞ്ചിരിക്കാൻ അറിയാലോ. ഒന്ന് പുഞ്ചിരിച്ചേ, അല്ല ഭംഗിയായിട്ടൊന്ന് പുഞ്ചിരിച്ചേ. സ്മൈൽ. അതാണ് പുഞ്ചിരി. പുഞ്ചിരിക്കുക, സ്മൈൽ. പല്ല് പുറത്ത് കാട്ടണ്ട, വലിയ ബലപ്രയോഗമൊന്നും നടത്തണ്ട. വളരെ സിമ്പിളായിട്ട് ചുണ്ട് കൂട്ടി പിടിച്ചിട്ട് ചിരിക്കാം. പുഞ്ചിരി. കേട്ടാ? പുഞ്ചിരിക്കാൻ അറിയാലോ അല്ലേ? നമ്മൾ ആരെ കാണുമ്പോഴും കൊടുക്കേണ്ട എന്താണ്? ഒന്ന് പുഞ്ചിരിക്കുക. അത് നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്നറിയിക്കുന്നതാണ് ഒരു പുഞ്ചിരി. ഓക്കെ. ഒരു പുഞ്ചിരി. നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ട്, സ്നേഹം ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ മുഖത്തും ആ പുഞ്ചിരി ഉണ്ടാവും. അപ്പോൾ എപ്പോഴും എന്ത് വേണം? ബി ഹാപ്പി. ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ. ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് സ്മൈൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പുഞ്ചിരി. യെസ്. അടുത്തത് ഇതെന്താണ്? ഇഞ്ചി. ഇഞ്ചി. ഇഞ്ചി എന്താ? കറിയിലൊക്കെ ഇടുന്നത് കണ്ടിട്ടില്ലേ? ജിഞ്ചർ. എന്താണ്? ജിഞ്ചർ. ഇഞ്ചി. അടുത്തത് സഞ്ചി. അല്ലേ? ഒരു കവർ അല്ലേ? സഞ്ചി. കൂടുതലായിട്ട് സാധനങ്ങൾ ഇടാൻ വേണ്ടി നമ്മൾ മേടിക്കുന്നതാണ് സഞ്ചി. അല്ലേ? സഞ്ചിയിലല്ലേ സാധനങ്ങൾ ഇടുന്നത്? നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ടിടുന്നത് അല്ലേ? സഞ്ചി. അപ്പൊ നോക്കിയേ. 5 കുഞ്ചിയമ്മ, പഞ്ചസാര, പുഞ്ചിരി, ഇഞ്ചി, സഞ്ചി. കിട്ടിയോ? അപ്പൊ നമ്മളിന്ന് പഠിച്ച കൂട്ടക്ഷരം ഏതാണ്? ഇഞ്ച. മറന്നു പോവരുത് കേട്ടാ. ഇഞ്ച. വാക്കുകൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വായന മാത്രമാണ് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റൊരു മാർഗം. അത് കൃത്യമായിട്ട് ചെയ്യുക. എത്ര സമയം മലയാളം വായിക്കാനും മലയാളം എഴുതാനും വേണ്ടി എടുക്കണം? ഒരു ദിവസത്തിൽ 15 മിനിറ്റ്. 15 മിനിറ്റിൽ കുറയരുത്. 15 മിനിറ്റിൽ കൂടണമെന്ന് നിർബന്ധമില്ല. കാരണം നമുക്ക് ഒരുപാട് സമയം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബോറാവും അല്ലേ? എന്തോരം പഠിക്കാൻ, കുറേ നേരമായി വായിക്കണു അല്ലേ? നമുക്ക് പിന്നെ പഠിക്കാനേ തോന്നില്ല. 15 മിനിറ്റ്. സ്കൂളിലെ ഹോംവർക്കുകളൊക്കെ ചെയ്തോളൂ, പക്ഷെ വായിക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് സമയം എല്ലാ ദിവസവും. ഇന്ന് 15 മിനിറ്റ് എടുത്തിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് 15 മിനിറ്റ് എടുത്തിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും 15 മിനിറ്റ്, എന്നാലാണ് മെമ്മറിയിൽ നിൽക്കുള്ളൂ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി. ശുഭദിനം.